ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിപ്പ് PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ 5ാമത്തെ ദിവസത്തെ ക്ലാസ് ആണ് നമ്മുടെ ഇന്നത്തെ. ഇതുവരെയും നിങ്ങൾ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് തിരുവിതാംകൂർ രാജാക്കന്മാരിലെ അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയെക്കുറിച്ചാണ്. ചിത്രത്തിൽ കാണുന്ന ഈ ഒരു വ്യക്തിയാണ് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ. അദ്ദേഹത്തിൻ്റെ കാലഘട്ടം എന്ന് മുതൽ എന്ന് വരെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1798 മുതൽ 1810 വരെയുള്ള കാലഘട്ടമാണ് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയുടെ കാലഘട്ടം എന്ന് പറയുന്നത്. അദ്ദേഹത്തെ ചരിത്രത്തിൽ വിശേഷിപ്പിച്ചത് തിരുവിതാംകൂറിലെ അശക്തനും അപ്രാപ്യനുമായിട്ടുള്ള ഭരണാധികാരി ആരാന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരമാണ് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ. നമുക്കറിയാം, തിരുവിതാംകൂർ ഹിസ്റ്ററി നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഏകദേശം 12ഓളം വരുന്ന രാജാക്കന്മാരെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. അതിൻ്റെ അകത്ത് ഏറ്റവും കഴിവുകെട്ട ഭരണാധികാരി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ആര് തന്നെയാണ്? അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞാൽ രാജ്യകാര്യങ്ങളിലൊന്നും ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ പ്രജകളെ വേണ്ട രീതിയിൽ എന്ത് ചെയ്തിട്ടില്ല, സംരക്ഷിച്ചിട്ടില്ല. അതേപോലെ തന്നെ ഏതൊക്കെ രീതികളിൽ സാധാരണക്കാരായിട്ട് ജനങ്ങളിൽ നിന്നും നികുതി ഈടാക്കാൻ പറ്റുന്നോ അതെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ ഈടാക്കിയിട്ടുമുണ്ട്. ഓക്കെ, അതായത് നിയമവിരുദ്ധമായിട്ടുള്ള ധനശേഖരണം ഏറ്റവും കൂടുതൽ നടത്തിയ ഭരണാധികാരി ആരാന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവും ആര് തന്നെയാണ്? അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയാണ്. ഓക്കെ, ചരിത്രത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ തിരുവിതാംകൂറിലെ അശക്തനും അപ്രാപ്യനുമായ ഭരണാധികാരി എന്നറിയപ്പെടുന്നത് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ. ഇവർ ജനങ്ങളിൽ നിന്നും നിയമവിരുദ്ധമായി ധനശേഖരണം നടത്തിയിരുന്നു. മെക്കാളെ പ്രഭു തിരുവിതാംകൂറിൽ റെസിഡന്റായി അധികാരമേറ്റ സമയത്ത് തിരുവിതാംകൂർ രാജാവ് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയാണ്. ബ്രിട്ടീഷുകാരുമായി സൈനിക സഹായ വ്യവസ്ഥ ഒപ്പുവച്ച തിരുവിതാംകൂർ രാജാവ്. ഈ ഒരൊറ്റ കാര്യം നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എത്രത്തോളം ധീരനായിട്ടുള്ള ഒരു ഭരണാധികാരി ആയിരുന്നു എന്നുള്ളത് നമുക്കറിയാനായിട്ട് പറ്റും. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാർ അവരുടെ സാമ്രാജ്യം വ്യാപിപ്പിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്ന 2 നയങ്ങളായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന സൈനിക സഹായ വ്യവസ്ഥയും അതേപോലെ തന്നെ ദത്തവകാശ നിരോധന നിയമവും. ഈ 2 കാര്യങ്ങളിൽ ഒപ്പുവെക്കുന്ന നാട്ടുരാജാക്കന്മാരും അതേപോലെ തന്നെ നാട്ടുരാജ്യവും എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ബ്രിട്ടീഷുകാരുമായിട്ട് അലയൻസിൽ ഏർപ്പെട്ട് അവരുമായിട്ട് എന്ത് ചെയ്യുക, അങ്ങ് നടന്ന് എങ്ങനെയെങ്കിലും പോവുക എന്നുള്ള ആ ഒരു ലെവലുള്ള രാജാക്കന്മാരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാരുമായി സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പിട്ടു എന്ന് പറയുമ്പോൾ തന്നെ ഈ പറയുന്ന രാജാവിന്റെ ധൈര്യം എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹത്തെ എന്ത് വിളിച്ചത്? അശക്തനും അപ്രാപ്യനുമായിട്ടുള്ള ഭരണാധികാരി എന്ന് വിളിച്ചത്. തിരുവിതാംകൂർ പൂർണ്ണമായും ബ്രിട്ടീഷ് അധീനതയിലായ സമയത്ത് തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്നു അവിട്ടം തിരുനാൾ എന്ന് പറയുന്നത്. തിരുവിതാംകൂറിൽ പട്ടാള ലഹള നടന്ന സമയത്ത് ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയുടെ കാലത്താണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയെ കുറിച്ച് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1798 മുതൽ 1810 വരെ ആയിരുന്നു. അതേപോലെ തന്നെ ഏറ്റവും അശക്തൻ അപ്രാപ്യൻ, അതായത് കഴിവുകെറ്റ തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്നു അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ജനങ്ങളിൽ നിന്നും എന്ത് ചെയ്തു, നിയമവിരുദ്ധമായിട്ട് ധനശേഖരണം നടത്തി. അതേപോലെ തന്നെ സൈനിക സഹായ വ്യവസ്ഥയിൽ എന്ത് ചെയ്തു, ഒപ്പുവെച്ച തിരുവിതാംകൂർ രാജാവ്. ഓക്കെ, അതേപോലെ തന്നെ തിരുവിതാംകൂറിൽ പട്ടാള ലഹള നടന്നതും ആരുടെ സമയത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ബാലരാമവർമ്മയുടെ കാലഘട്ടത്താണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബാലരാമവർമ്മ എന്ന് പറയുന്ന ആ ഒരു രാജാവിനേക്കാൾ കൂടുതൽ പ്രശസ്തി ആർജിച്ചത് അദ്ദേഹത്തിന്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള വേലുത്തമ്പി ദളവയെ കുറിച്ചാണ്. നമുക്ക് വേലുത്തമ്പി ദളവയുടെ കഥയിലേക്ക് പോകാം. അതായത് ഈ കാണുന്ന വ്യക്തിയാണ് വേലുത്തമ്പി ദളവ എന്ന് പറയുന്നത്. കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഭയങ്കരധികം ആ ഒരു സ്ഥാനത്ത് നിന്നുകൊണ്ട് അദ്ദേഹം, അതായത് രാജാവിന്റെ കൊട്ടാരത്തിലെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആയിട്ട് വന്ന ആള് പിന്നീട് അദ്ദേഹത്തിന്റെ ധൈര്യം കൊണ്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, തിരുവിതാംകൂറിലെ പ്രധാനമന്ത്രി എന്ന് പറയുന്ന അത്രയും വലിയൊരു പോസ്റ്റിലേക്ക് വരെ മാറാനുണ്ടായ കാരണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവിട്ടം തിരുനാളിന്റെ പ്രശസ്തനായ ദിവാനായിരുന്നു ആരെന്ന് പറയുന്നത്? വേലുത്തമ്പി ദളവ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവിട്ടം തിരുനാളിന്റെ പ്രശസ്തനായ ദിവാനാണ് വേലുത്തമ്പി ദളവ. ചിലപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തെക്കാൾ കൂടുതൽ പ്രശസ്തി ആർജിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേലുത്തമ്പി ദളവ തന്നെയായിരുന്നു. അദ്ദേഹത്തോട് തന്നെയായിരുന്നു ജനങ്ങൾക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടമുണ്ടായിരുന്നത്. ഓക്കെ, വേലുത്തമ്പി ദളവ ജനിച്ചത് 1765 കന്യാകുമാരിയിലെ കൽക്കുളം എന്ന് പറയുന്ന സ്ഥലത്താണ് വേലുത്തമ്പി ദളവ
ജനിച്ചത്. അപ്പോൾ അദ്ദേഹം ജനിച്ചത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കന്യാകുമാരിയിലെ കൽക്കുളം എന്ന് പറയുന്ന സ്ഥലത്താണ്. എന്നാണ് വർഷം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1765 വേലുത്തമ്പി ദളവ ജനിക്കുന്നത്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേലായുധൻ ചെമ്പകരാമൻ തമ്പി. മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ്, ഓർത്തുവച്ചോ. യഥാർത്ഥ നാമം വേലായുധൻ ചെമ്പകരാമൻ തമ്പി എന്നതാണ്. അദ്ദേഹത്തിന്റെ തറവാടിന്റെ പേരായിരുന്നു തലക്കുളത്ത് വീട്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിന്റെ തറവാടിന്റെ പേര് എന്താണ്? തലക്കുളത്ത് വീട് ആണ്. ഓക്കെ, വേലുത്തമ്പി ദളവ തിരുവിതാംകൂറിൽ ദിവാനായ വർഷം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1802 അദ്ദേഹം തിരുവിതാംകൂറിന്റെ ദിവാനായത്. കൊല്ലത്ത് ഹജൂർ കച്ചേരി, അതായത് സെക്രട്ടേറിയറ്റ് സ്ഥാപിച്ചത് ആരുടെ സമയത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേലുത്തമ്പി ദളവയുടെ സമയത്ത് അദ്ദേഹമാണ് സ്ഥാപിച്ചത് കൊല്ലത്ത് ഹജൂർ കച്ചേരി. ഓക്കെ, അപ്പോൾ കൊല്ലത്ത് സെക്രട്ടേറിയറ്റ് സ്ഥാപിച്ചത് താഴെ പറയുന്നവയിൽ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വേലുത്തമ്പി ദളവയാണ് കൊല്ലത്ത് സെക്രട്ടേറിയറ്റ് സ്ഥാപിച്ചത്. തിരുവിതാംകൂറിൽ സഞ്ചരിക്കുന്ന കോടതികൾ സ്ഥാപിച്ചത് മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. തിരുവിതാംകൂറിൽ സഞ്ചരിക്കുന്ന കോടതികൾ സ്ഥാപിച്ചത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വേലുത്തമ്പി ദളവയാണ്. വേമ്പനാട്ടുകായലിലെ പാതിരാമണൽ ദ്വീപിനെ കൃഷിയോഗ്യമാക്കിയ ദിവാൻ. ഓക്കെ, അപ്പോൾ വേമ്പനാട്ടുകായലിലെ പാതിരാമണൽ ദ്വീപിനെ കൃഷിയോഗ്യമാക്കിയ ദിവാൻ. തിരുവിതാംകൂർ നായർ അലവൻസ് കുറയ്ക്കാൻ തീരുമാനിച്ച വേലുത്തമ്പി ദളവയുടെ നീക്കത്തിനെതിരെ നടന്ന ലഹളയായിരുന്നു തിരുവിതാംകൂർ പട്ടാള ലഹള എന്ന് പറയുന്നത്. നമ്മൾ തൊട്ടു മുമ്പ് പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ പട്ടാള ലഹള നടന്ന വർഷം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1804 പട്ടാള ലഹള നടക്കുന്നത്. എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരുവിതാംകൂർ നായർ അലവൻസ് കുറയ്ക്കാൻ തീരുമാനിച്ച വേലുത്തമ്പി ദളവയുടെ നീക്കത്തിനെതിരെ നടന്ന ലഹളയാണ് തിരുവിതാംകൂർ പട്ടാള ലഹള. തിരുവിതാംകൂറിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ബ്രിട്ടീഷുകാർ അനിയന്ത്രിതമായി ഇടപെട്ടതിനെ തുടർന്ന് പ്രതിഷേധിച്ച ദിവാനാണ് വേലുത്തമ്പി ദളവ. 1800 തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും ബ്രിട്ടീഷ് പ്രസിഡന്റ് ആയി നിയമിതനായത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കേണൽ മെക്കാളയാണ്. ഓക്കെ, അപ്പോൾ 1800 തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും ബ്രിട്ടീഷ് റെസിഡന്റായി നിയമിതനായത് കേണൽ മെക്കാളയാണ്. രാജ്യത്തിന് വൻതുക നൽകേണ്ടിയിരുന്ന മാത്തൂത്തരകൻ എന്ന് പറയുന്ന ആളുടെ ഭൂമി കണ്ടുകെട്ടാൻ വേലുത്തമ്പി ദളവ പുറപ്പെടുവിച്ച കൽപ്പന റദ്ദാക്കിയത് ആരാണ് എന്ന് ചോദിച്ചാൽ അത് കേണൽ മെക്കാളയാണ്. ഓക്കെ, അപ്പോൾ രാജ്യത്തിന് വേണ്ടിയിട്ട് എന്താണ് കൊടുക്കേണ്ടിയിരുന്ന തുക, ആരാണ് ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത്? മാത്തൂത്തരകൻ എന്ന് പറയുന്ന ക്രിസ്ത്യാനിയാണ്. അദ്ദേഹം എന്ത് ചെയ്യുന്നു? ഭൂമി കണ്ടുകെട്ടാൻ വേണ്ടി വേലുത്തമ്പി ദളവ പുറപ്പെടുവിച്ച കൽപ്പന അത് ആരാണ് റദ്ദ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേണൽ മെക്കാളയാണ്. ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് വേലുത്തമ്പി ദളവയെ സഹായിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പാലിയത്തച്ഛനാണ്. ഓക്കെ, അപ്പോൾ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് വേലുത്തമ്പി ദളവയെ സഹായിച്ചത് താഴെ പറയുന്നവയിൽ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? പാലിയത്തച്ഛനാണ്. 1808 ഡിസംബറിൽ വേലുത്തമ്പി ദളവയുടെയും പാലിയത്തച്ഛന്റെയും സംയുക്ത സൈന്യം മെക്കാളയുടെ ഭവനം ആക്രമിച്ചു. എന്നാൽ മെക്കാളെ അവിടെ നിന്നും രക്ഷപ്പെടുകയും വേലുത്തമ്പി ദളവ ജീവത്യാഗം ചെയ്തത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മണ്ണടി ക്ഷേത്രത്തിലാണ്. 1809 ഈ ക്ഷേത്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പത്തനംതിട്ടയിലാണ്. ഈ കാണുന്നതാണ് മണ്ണടി ദേവി ക്ഷേത്രം എന്ന് പറയുന്നത്, പഴയകാവ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഈ പറയുന്ന മണ്ണടി ക്ഷേത്രവും അതേപോലെ തന്നെ വേലുത്തമ്പി ദളവ മ്യൂസിയവും ഒക്കെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് പറ്റും. അതിൻ്റെ അകത്ത് ഈ പറയുന്ന ഒരു സ്റ്റാച്ചു ഒക്കെ ഉണ്ട് ഫ്രണ്ടിലായിട്ട് വേലുത്തമ്പി ദളവയുടെ. അതേപോലെ തന്നെ ഈ കാണുന്ന ചിത്രത്തിൽ കാണുന്ന ഈ ഒരു ഭാഗമാണ് ശരിക്കും അന്ന് വേലുത്തമ്പി ദളവ എന്ത് ചെയ്ത് ബ്രിട്ടീഷുകാരുടെ ആക്രമണത്തിൽ നിന്നും എന്താണ് മുക്തി നേടുന്നതിന് വേണ്ടിയിട്ട് ഒളിച്ചിരുന്നതും അതേപോലെ തന്നെ എന്ത് ചെയ്തത് പിന്നീട് അദ്ദേഹം സ്വന്തം വാളുകൊണ്ട് കുത്തി മരിക്കുകയും ഉണ്ടായി. ഓക്കെ, അപ്പോൾ ആ ഒരു സംഭവം ഉണ്ടായത് ഇവിടെ വെച്ചാണ് എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ വേലുത്തമ്പി ദളവയെ പിടികൂടാൻ കൽപ്പന പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ദിവാൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉമ്മിണി തമ്പിയാണ്. അപ്പോൾ വേലുത്തമ്പിയെ പിടികൂടാൻ കൽപ്പന പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ദിവാനാണ് ഉമ്മിണി തമ്പി. വേലുത്തമ്പി ദളവയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപനാണ് കേണൽ ലീഗർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വേലുത്തമ്പി ദളവയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ ആരാന്ന് ചോദിച്ചാൽ മക്കളെ അത് കേണൽ ലീഗർ ആണ്. ബ്രിട്ടീഷുകാർ വേലുത്തമ്പി ദളവയുടെ മൃതശരീരം കെട്ടിത്തൂക്കിയ സ്ഥലമാണ് കണ്ണൻമൂല, തിരുവനന്തപുരം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബ്രിട്ടീഷുകാർ വേലുത്തമ്പി ദളവയുടെ മൃതശരീരം കെട്ടിത്തൂക്കിയ സ്ഥലമാണ് കണ്ണൻമൂല എന്ന് പറയുന്നത്. എവിടെയാണ്? തിരുവനന്തപുരത്താണ്. നമ്മൾ നവോത്ഥാന നായകന്മാരെ കുറിച്ച് പഠിക്കുമ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ കണ്ണൻമൂലയിൽ ജനിച്ച ഒരു നവോത്ഥാന നായകനുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് ഏതെന്ന് പറയുന്നത് ചട്ടമ്പി സ്വാമികൾ. ഓക്കെ, അപ്പൊ ചട്ടമ്പി സ്വാമികൾ ജനിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ കണ്ണൻമൂലയിലാണ്. ഈ സ്ഥലത്താണ്
ആരുടെ വേലുത്തമ്പി ദളവയുടെ മൃതശരീരം കെട്ടിത്തൂക്കിയത് എന്നുള്ളതൊന്ന് ഓർത്തു വയ്ക്കുക. വേലുത്തമ്പി ദളവ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മണ്ണടി, പത്തനംതിട്ട. അതെ, ഈ കാണുന്നതാണ് വേലുത്തമ്പി ദളവയുടെ സ്മാരകം അല്ലെങ്കിൽ എന്താണ് ഈ പറയുന്ന മ്യൂസിയം. അപ്പോൾ അത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പത്തനംതിട്ടയിലാണ് കാണപ്പെടുന്നത് ഈ ഒരു സ്ഥലം. അപ്പോൾ നമുക്കവിടെ പോയി കഴിഞ്ഞാൽ ഈ സ്റ്റാച്ചു, അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ചൊക്കെ എന്താണ് അറിയാവുന്ന കുറേ ശകലങ്ങളൊക്കെ അവിടെ കെട്ടിത്തൂക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് വായിക്കാം, അതേപോലെ തന്നെ തിരിച്ചു പോരുകയൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ സമയം കിട്ടുമ്പോൾ ഒന്ന് പോയി കാണാനൊക്കെ ആയിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. വേലുത്തമ്പയുടെ പേരിൽ സ്ഥാപിതമായ കോളേജ് സ്ഥിതി ചെയ്യുന്നത് ധനുവച്ചപുരമാണ്, തിരുവനന്തപുരം. വേലുത്തമ്പി ദളവയുടെ വാള് സൂക്ഷിച്ചിരിക്കുന്നത് നേപ്പിയർ മ്യൂസിയം, തിരുവനന്തപുരത്താണ്. വേലുത്തമ്പി ദളവയുടെ ഓർമ്മയ്ക്കായി സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2010 വേലുത്തമ്പി ദളവയുടെ ഓർമ്മയ്ക്കായിട്ട് സ്റ്റാമ്പ് പുറത്തിറക്കിയത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വേലുത്തമ്പി ദളവയെക്കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. ശരിക്കും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, അതായത് ഈ പറയുന്ന എന്താണ് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ആരുടെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്, നമുക്ക് വേലുത്തമ്പി ദളവയെക്കുറിച്ച് പഠിക്കാനുണ്ട്. കാരണം അത്രത്തോളം എന്താണ് ജനപിന്തുണയും അതേപോലെ തന്നെ എന്താണ് പ്രശസ്തി ആർജിച്ച ഒരു വ്യക്തി തന്നെയായിരുന്നു ആരെന്ന് പറയുന്നത് വേലുത്തമ്പി ദളവ. അപ്പോൾ കന്യാകുമാരിയിലെ കൽക്കുളത്തായിരുന്നു ജനനം. യഥാർത്ഥ പേരെന്ന് പറയുന്നത് എന്താണ്? വേലായുധൻ ചെമ്പകരാമൻ തമ്പി എന്ന പേരാണ്. അദ്ദേഹത്തിന്റെ തറവാടിന്റെ പേര് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചേണ്ടത്. തലക്കുളത്ത് വീടാണ് ആരുടെ ഭവനം എന്ന് പറയുന്നത്? വേലുത്തമ്പി ദളവയുടെ. ദിവാനായത് 1802 കൊല്ലത്ത് ഹജൂർ കച്ചേരി. മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ്, ഓർത്തു വച്ചോ. കൊല്ലത്ത് ഹജൂർ കച്ചേരി അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് സ്ഥാപിച്ചത് വേലുത്തമ്പി ദളവയാണ്. അതേപോലെ തന്നെ എന്താണ് സഞ്ചരിക്കുന്ന കോടതികൾ, ഒത്തിരി തവണ ചോദിച്ച ചോദ്യമാണ്. സഞ്ചരിക്കുന്ന കോടതികൾ സ്ഥാപിച്ചത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേലുത്തമ്പി ദളവയാണ്. അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ലെവലിലുള്ള ഒരു ചോദ്യം ചോദിച്ചു കഴിയുമ്പോൾ ഈ പറയുന്ന തിരുവിതാംകൂറിൽ സഞ്ചരിക്കുന്ന കോടതികൾ, വേമ്പനാട്ടുകായലിനെ പാതിരാമണൽ ദ്വീപിനെ കൃഷിയോഗ്യമാക്കിയ ദിവാൻ, അതേപോലെ തന്നെ തിരുവിതാംകൂറിൽ എന്ത് ചെയ്തു, ഈ പറയുന്ന നായർ അലവൻസ് കുറയ്ക്കാൻ തീരുമാനിച്ച ദിവാൻ, ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ട് താഴെ പറയുന്നവയിൽ ഏതൊക്കെ പ്രസ്താവനകളാണ് യോജിക്കുന്നത് അല്ലെങ്കിൽ യോജിക്കാത്തത് എന്നൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഉത്തരത്തിലേക്ക് എത്തണം. അപ്പോൾ പട്ടാള ലഹള തിരുവിതാംകൂറിൽ നടന്നത് എന്നാന്ന് ചോദിച്ചാൽ 1804 ഓർത്തു വയ്ക്കുക. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞു, അതായത് എന്താണ് വേലുത്തമ്പി ദളവ ജീവത്യാഗം ചെയ്തത് 1809 വേലുത്തമ്പി ദളവ ആത്മഹത്യ ചെയ്ത ക്ഷേത്രമാണ് മണ്ണടി ക്ഷേത്രം, പത്തനംതിട്ടയിലാണ്. അതേപോലെ ഇതൊക്കെ നമ്മൾ കണ്ടു, മ്യൂസിയം കണ്ടു. അതേപോലെ തന്നെ ഇത് സ്റ്റാച്ചു ആണ്, മുകളിൽ അദ്ദേഹത്തിന്റെ സ്റ്റാച്ചു ഉണ്ട്, അതിന്റെ താഴെ എഴുതിയിരിക്കുന്ന കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് എഴുതിയേക്കണം. അതിൻ്റെ അകത്ത് ഇത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ദളവ തമ്പി ചെമ്പകരാമൻ വേലായുധൻ അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം. അതേപോലെ തന്നെ ഇതാണ് അദ്ദേഹം ഒളിച്ചിരുന്ന ആ ഒരു സ്ഥലം എന്ന് പറയുന്നത്. ഇന്ന് അദ്ദേഹത്തിന്റെ എന്താണ് പ്രതിമയും കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്തുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ അവിടെ എന്താണ് ഈ പറയുന്ന രീതിയിൽ അകത്ത് കയറി നോക്കി കാണാനൊക്കെ ആയിട്ട് പറ്റുന്നതായിരിക്കും. ഓക്കെ, ഇനി വേലുത്തമ്പി ദളവയെ പിടികൂടാൻ കൽപ്പന പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ദിവാനാണ് ഉമ്മിണിത്തമ്പി. വേലുത്തമ്പി ദളവയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് കേണൽ ലീഗറാണ്. ബ്രിട്ടീഷുകാർ വേലുത്തമ്പി ദളവയുടെ മൃതശരീരം കെട്ടിത്തൂക്കിയത് സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചാൽ കണ്ണമ്മൂല, തിരുവനന്തപുരമാണ്. അതേപോലെ തന്നെ ദളവ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മണ്ണടി, പത്തനംതിട്ടയാണ്. വാള് നേപ്പിയർ മ്യൂസിയമാണ്, തിരുവനന്തപുരം. അതേപോലെ അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായിട്ട് സ്റ്റാമ്പ് പുറത്തിറക്കിയത് 2010 മെയ് 6 ഓർത്തു വയ്ക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പോയിന്റാണ് കുണ്ടറ വിളംബരം എന്ന് പറയുന്നത്. കുണ്ടറ വിളംബരം നടത്തിയ ഭരണാധികാരിയാണ് വേലുത്തമ്പി ദളവ. ചിലപ്പോൾ ഈ ഒരു കാര്യം കൊണ്ടായിരിക്കാം വേലുത്തമ്പി ദളവ അത്രത്തോളം എന്ത് ചെയ്തത്, ജനപിന്തുണ നേടിയതും. അതേപോലെ തന്നെ നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് കേട്ടിരിക്കുന്നതാണ് ഈ പറയുന്ന കുണ്ടറ വിളംബരം. പുറപ്പെടുവിച്ചത് വേലുത്തമ്പി ദളവ. പുറപ്പെടുവിച്ച വർഷം എന്നാണെന്ന് ചോദിച്ചാൽ 1809 ജനുവരി 11. അതായത് PSC നടത്തുന്ന ബേസ് എക്സാം ആയിട്ടുള്ള 10th ലെവൽ മുതൽ ഡിഗ്രി ലെവൽ എക്സാംസിന് വരെയും ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ച വർഷം എന്നാണ് കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ച വർഷം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1809 ജനുവരി 11. കുണ്ടറ വിളംബരത്തിലൂടെ വേലുത്തമ്പി ദളവ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യാൻ ആഹ്വാനം ചെയ്തു. സാധാരണ ജനങ്ങളുടെ സാമ്പത്തിക ദുരിതങ്ങൾക്കാണ് കുണ്ടറ വിളംബരത്തിൽ ഊന്നൽ നൽകിയത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അത്രത്തോളം ജനപിന്തുണ നേടിയ ഒരു ദിവാനായിട്ട് മാറിയത്. കുണ്ടറ വിളംബരത്തിന് സാക്ഷ്യം വഹിച്ച ക്ഷേത്ര സന്നിധിയാണ് കുണ്ടറയിലെ ഇളമ്പല്ലൂർ ക്ഷേത്രം എന്ന് പറയുന്നത്. കുണ്ടറ വിളംബരം നടന്ന കാലത്തെ തിരുവിതാംകൂർ ബ്രിട്ടീഷ് പ്രസിഡന്റാണ് കേണൽ മെക്കാളെ. കുണ്ടറ വിളംബാനന്തരം നടന്ന യുദ്ധമാണ് കൊല്ലം യുദ്ധം. നടന്നത് 1809 ജനുവരി 15. അപ്പോൾ കുണ്ടറ വിളംബരാനന്തരം നടന്ന യുദ്ധം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ്
കൊല്ലം യുദ്ധം നടന്നത് 1809. ഓക്കെ, അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കുണ്ടറ വിളംബരമാണ് നടത്തിയത്. ആരാന്ന് ചോദിച്ചാൽ വേലുത്തമ്പി ദളവയാണ്. നടന്ന വർഷം എന്നാ ചോദിച്ചാൽ 1809 ജനുവരി 11. മറക്കരുത്, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അടുത്തത് ദിവാൻമാർ. തിരുവിതാംകൂറിലെ ആദ്യത്തെ ദിവാൻ അല്ലെങ്കിൽ ദളവ എന്ന് പറയുന്നത് അറുമുഖം പിള്ളയാണ്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. തിരുവിതാംകൂറിലെ ആദ്യത്തെ ദിവാൻ അല്ലെങ്കിൽ ദളവ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അറുമുഖം പിള്ള. തിരുവിതാംകൂറിലെ ആദ്യത്തെ ഹൈന്ദവേതര ദിവാനാണ് കേണൽ മൺട്രോ. തിരുവിതാംകൂറിലെ ആദ്യത്തെ ഹൈന്ദവേതര ദിവാനാണ് കേണൽ മൺട്രോ. തിരുവിതാംകൂറിലെ ആദ്യത്തെ ഇംഗ്ലീഷ് ദിവാൻ ആരാന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരവും കേണൽ മൺട്രോ ആണ്. തിരുവിതാംകൂറിലെ ഏക മുസ്ലിം ദിവാൻ, ഇതൊരു CPO എക്സാമിനാണ് ആദ്യമായിട്ട് വന്നത്. അത് കഴിഞ്ഞ പിന്നെ ഇത് പിന്നീടുള്ള എക്സാമുകൾക്കും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ തിരുവിതാംകൂറിലെ ഏക മുസ്ലിം ദിവാൻ ആരാന്ന് ചോദിച്ചാൽ മുഹമ്മദ് ഹബീബുള്ള സാഹിബ്. ഓർത്തു വെച്ചോ, ഇമ്പോർട്ടൻ്റ് ആണ്. തിരുവിതാംകൂറിലെ ഏക മുസ്ലിം ദിവാനാണ് മുഹമ്മദ് ഹബീബുള്ള സാഹിബ്. ഒന്നാം ലോക മഹായുദ്ധ കാലത്ത് തിരുവിതാംകൂർ ദിവാനായിരുന്നത് മന്നത്ത് കൃഷ്ണൻ നായരാണ്. ഓക്കെ, അപ്പോൾ ഒന്നാം ലോക മഹായുദ്ധ കാലത്ത് തിരുവിതാംകൂർ ദിവാനായത് ആരാന്ന് ചോദിച്ചാൽ മക്കളെ അത് മന്നത്ത് കൃഷ്ണൻ നായരാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ഉമ്മിണിത്തമ്പിയിലേക്ക് നോക്കാം. വേലുത്തമ്പി ദളവയ്ക്ക് ശേഷം ദിവാനായ വ്യക്തിയാണ് ഉമ്മിണിത്തമ്പി. വിഴിഞ്ഞം തുറമുഖം, ബാലരാമപുരം പട്ടണം പണി കഴിപ്പിച്ചത് ഉമ്മിണിത്തമ്പിയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ചോദ്യം, ബാലരാമപുരം പട്ടണം പണി കഴിപ്പിച്ചത് ആരാന്നുള്ളത് ഒത്തിരി തവണ ചോദിച്ചിട്ടുണ്ട്. അത് ഉമ്മിണിത്തമ്പിയാണ് ബാലരാമപുരം പട്ടണം പണി കഴിപ്പിച്ചത്. തിരുവിതാംകൂറിലെ പോലീസ് സേനയ്ക്ക് തുടക്കം കുറിച്ച ദിവാൻ ഉമ്മിണിത്തമ്പി. അതുവരെ നായർപ്പട എന്ന പേരിലാണ് അറിയപ്പെട്ടത്. അതിനുശേഷമാണ് തിരുവിതാംകൂറിലെ പോലീസ് സേനയെ അറിയപ്പെട്ടത് കാവൽ എന്ന പേരിലാണ്. ഓക്കെ, ഉമ്മിണിത്തമ്പി നീതിന്യായ നിർവഹണത്തിന് വേണ്ടി സ്ഥാപിച്ച കോടതിയാണ് ഇൻസുവാഫ് കച്ചേരി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഉമ്മിണിത്തമ്പി നീതിന്യായ നിർവഹണത്തിന് വേണ്ടി സ്ഥാപിച്ച കോടതികൾ അറിയപ്പെട്ട പേരാണ് എന്തെന്ന്? ഇൻസുവാഫ് കച്ചേരി എന്ന പേരിൽ. അപ്പോൾ തിരുവിതാംകൂറിലെ പോലീസ് സേന അറിയപ്പെട്ടത് കാവൽ എന്ന പേരിലാണ്. തിരുവിതാംകൂറിലെ പോലീസ് സേനയ്ക്ക് തുടക്കം കുറിച്ച ദിവാനായിരുന്നു ആരെന്ന് പറയുന്നത്? ഉമ്മിണിത്തമ്പി. അതുവരെ നായർപ്പട എന്ന പേരിലാണ് അറിയപ്പെട്ടത്. പിന്നീടാണ് അതെന്ത് തിരുവിതാംകൂറിലെ പോലീസ് സേനയെ കാവൽ എന്ന പേരിലേക്ക് മാറ്റിയത്. ഓക്കെ, അടുത്ത് നമുക്ക് പഠിക്കാം ആയില്യം തിരുനാൾ റാണി ഗൗരി ലക്ഷ്മി ബായിനെ കുറിച്ച്. ആയില്യം തിരുനാൾ റാണി ലക്ഷ്മി ബായി ആണ് ഈ കാണുന്നത്. ഈ പറയുന്ന റാണിയുടെ കാലഘട്ടം എന്ന് പറയുന്നത് 1810 മുതൽ 1815 വരെയുള്ള കാലഘട്ടമാണ് ആയില്യം തിരുനാൾ റാണി ഗൗരി ലക്ഷ്മി ബായി. അതേപോലെ തന്നെ തിരുവിതാംകൂറിൽ സിംഹാസനത്തിലെ ആദ്യത്തെ വനിതാ ഭരണാധികാരി. മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ് ഈ ഒരു ചോദ്യം. തിരുവിതാംകൂർ സിംഹാസനത്തിലെ ആദ്യത്തെ വനിതാ ഭരണാധികാരി ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് റാണി ഗൗരി ലക്ഷ്മി ബായി ആണ് തിരുവിതാംകൂർ സിംഹാസനത്തിലെ ആദ്യത്തെ വനിതാ ഭരണാധികാരി. തിരുവിതാംകൂറിലെ ആദ്യത്തെ റീജന്റ് ആരാന്ന് ചോദിച്ചാൽ അതും റാണി ഗൗരി ലക്ഷ്മി ബായി ആണ്. 1810 മുതൽ 1813 വരെ തിരുവിതാംകൂറിന്റെ ഭരണാധികാരിയായിരുന്നു റാണി ഗൗരി ലക്ഷ്മി ബായി. 1813 തൻ്റെ പുത്രൻ സ്വാതി തിരുനാളിന്റെ ജനനശേഷം 1815 മരണം വരെ റീജന്റായി അധികാരത്തിൽ തുടരുകയും ചെയ്തു. റാണി ലക്ഷ്മിബായിയുടെ പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിർത്തലാക്കിയ ഭരണാധികാരി. ഇത് തന്നെയാണ് ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചത്. തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിർത്തലാക്കിയ ഭരണാധികാരി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് റാണി ഗൗരി ലക്ഷ്മിബായി ആണ്. അടിമക്കച്ചവടം നിർത്തലാക്കി. തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം അവസാനിപ്പിച്ച വർഷം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1812 തിരുവിതാംകൂറിൽ ജില്ലാ കോടതികൾ 1811 സ്ഥാപിച്ചു. അപ്പീൽ കോടതി 1814 സ്ഥാപിച്ചതും റാണി ഗൗരി ലക്ഷ്മിബായി ആണ്. സെക്രട്ടേറിയറ്റ് സമ്പ്രദായത്തിലുള്ള ഭരണരീതി, പട്ടയ സമ്പ്രദായം എന്നിവ ഏർപ്പെടുത്തി. ജന്മിമാർക്ക് പട്ടയം നൽകുന്ന രീതി ആരംഭിച്ചതും ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റാണി ഗൗരി ലക്ഷ്മിബായി ആണ്. ജന്മിമാർക്ക് പട്ടയം നൽകുന്ന രീതി ആരംഭിച്ചു. ദേവസ്വങ്ങളുടെ ഭരണം സർക്കാർ ഏറ്റെടുത്ത് റാണി ഗൗരി ലക്ഷ്മിബായിയുടെ ഭരണകാലത്താണ്. തിരുവിതാംകൂറിൽ വാക്സിനേഷനും അലോപ്പതി ചികിത്സാ രീതിയും നടപ്പിലാക്കിയ ഭരണാധികാരി. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. തിരുവിതാംകൂറിലെ വാക്സിനേഷനും അലോപ്പതി ചികിത്സാ രീതിയും നടപ്പിലാക്കിയ ഭരണാധികാരി ആരാന്ന് ചോദിച്ചാൽ ആരാണ്? റാണി ഗൗരി ലക്ഷ്മിബായി ആണ്. ഓക്കെ, ഏറ്റവും കൂടുതൽ കാലം തിരുവിതാംകൂർ ഭരിച്ച ഭരണാധികാരി ആരാന്ന് ചോദിച്ചാൽ കാർത്തിക തിരുനാൾ രാമവർമ്മ. നമുക്കറിയാം കിഴവൻ രാജ എന്ന പേരിൽ അറിയപ്പെട്ട വ്യക്തിയാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ.
അദ്ദേഹം 40ഓളം വർഷമാണ് തിരുവിതാംകൂർ ഭരിച്ചത്. ഏറ്റവും കുറച്ചു കാലം തിരുവിതാംകൂർ ഭരിച്ച ഭരണാധികാരിയാണ് റാണി ഗൗരി ലക്ഷ്മിബായി. വെറും 5 വർഷം മാത്രമാണ് ആര് ഭരിച്ചിട്ടുള്ളൂ? റാണി ഗൗരി ലക്ഷ്മിബായി ഭരിച്ചിട്ടുള്ളൂ. അപ്പോൾ ഏറ്റവും കൂടുതൽ കാലം ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിഴവൻ രാജ, ധർമ്മരാജ, കാർത്തിക തിരുനാൾ രാമവർമ്മ എന്ന പേരിലൊക്കെ അറിയപ്പെട്ട വ്യക്തിയാണ്. പക്ഷേ ഏറ്റവും കുറച്ചു കാലം ആരാന്ന് ചോദിച്ചാൽ റാണി ഗൗരി ലക്ഷ്മിബായി ആണ്. ഓക്കെ, അടുത്ത് നമുക്ക് പഠിക്കാം ഉത്രട്ടാതി തിരുനാൾ റാണി ഗൗരി പാർവതിബായി. അപ്പോൾ റാണി ഗൗരി ലക്ഷ്മിബായി കഴിഞ്ഞു. അതിനുശേഷം വന്നതാണ് ആരെന്ന് പറയുന്നത് റാണി ഗൗരി പാർവതിബായി. അദ്ദേഹത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് റാണിയുടെ കാലഘട്ടം 1815 മുതൽ 1829 വരെയാണ്. ആരുടെ കാലഘട്ടം? റാണി ഗൗരി പാർവതിബായിയുടെ കാലഘട്ടം എന്ന് പറയുന്നത്. തിരുവിതാംകൂറിലെ ആദ്യത്തെ മുഴുവൻ സമയ റീജന്റ് ഭരണാധികാരിയായിരുന്നു പാർവതിബായി. വിദ്യാഭ്യാസം ഗവൺമെന്റിന്റെ കടമയാണെന്ന് പ്രഖ്യാപിച്ച തിരുവിതാംകൂർ ഭരണാധികാരി. ഓക്കെ, അപ്പോൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ കടമയാണെന്ന് പ്രഖ്യാപിച്ച തിരുവിതാംകൂർ ഭരണാധികാരി. 1817 വിദ്യാലയങ്ങൾ സർക്കാർ ഏറ്റെടുത്തു. പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധവുമാക്കിയ ഭരണാധികാരി. അതേപോലെ തന്നെ പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് ഗൗരി പാർവതിബായി പുറപ്പെടുവിച്ച വിളംബരം പുറപ്പെടുവിച്ചത് ഏത് വർഷമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1817 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് ഗൗരി പാർവതിബായി വിളംബരം പുറപ്പെടുവിച്ചു. 1817. പാർവതി പുത്തനാർ പണി കഴിപ്പിച്ചത്, അതായത് വെളിക്കായലിനെയും കഠിനകുളം കായലിനെയും ബന്ധിപ്പിക്കുന്ന തോടാണ് പാർവതി പുത്തനാർ. ഇത് പണി കഴിപ്പിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ഗൗരി പാർവതിബായി ആണ്. അതേപോലെ തന്നെ സർക്കാർ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ വേതനം നൽകാതെ തൊഴിലാളികളെ ഏർപ്പെടുത്തിയിരിക്കുന്ന പതിവ് അവസാനിപ്പിച്ച തിരുവിതാംകൂർ ഭരണാധികാരി. സ്വർണത്തിലും വെള്ളിയിലുമുള്ള ആഭരണങ്ങൾ ധരിക്കുന്നതിനുള്ള അടിയറപ്പണം എന്ന സമ്പ്രദായം അവസാനിപ്പിച്ച ഭരണാധികാരി. തിരുവിതാംകൂറിൽ താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക് സ്വർണം, വെള്ളി മുതലായ ആഭരണങ്ങൾ അണിയാൻ അനുമതി നൽകിയത്. ഓക്കെ, അപ്പോൾ തിരുവിതാംകൂറിൽ താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക് അന്നൊന്നും എന്തില്ല? സ്വർണം, വെള്ളി മുതലായ ആഭരണങ്ങളൊന്നും അണിയാനായിട്ടുള്ള പെർമിഷൻ ഇല്ല. അത് നടപ്പാക്കിയത് ആരാന്ന് ചോദിച്ചാൽ ഗൗരി പാർവതിബായി ആണ്. തിരുവിതാംകൂർ കയറ്റുമതി ഇറക്കുമതി ചുങ്കങ്ങൾ ആക്കിയ ഭരണാധികാരി. തിരുവിതാംകൂറിൽ എല്ലാവർക്കും പുര ഓടുമെയ്യാനുള്ള അനുമതി നൽകി. ഓക്കെ, അപ്പോൾ തിരുവിതാംകൂറിൽ എല്ലാവർക്കും പുര ഓടുമെയ്യാനുള്ള അനുമതി. അന്ന് വരെയും എന്താണ് ഈ പറയുന്ന പുല്ലും കച്ചയും കൊണ്ടൊക്കെയാണ് നിർമ്മിച്ചിരുന്നത്. അപ്പോൾ അത് മാറ്റി എന്ത് ചെയ്യാം? ഓടുമെയ്യാനുള്ള അനുമതി നൽകി. ആലപ്പുഴയിലും കോട്ടയത്തും പെൺപള്ളിക്കൂടങ്ങൾ സ്ഥാപിച്ചു. ഓക്കെ, അപ്പോൾ ആലപ്പുഴയിലും അതേപോലെ തന്നെ എവിടെയാണ്? കോട്ടയത്തും പെൺപള്ളിക്കൂടങ്ങൾ സ്ഥാപിച്ചു. ഇനി റാണി ഗൗരി പാർവതിബായിയുടെ മറ്റ് വസ്തുതകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കൊല്ലത്ത് തേവള്ളി കൊട്ടാരം നിർമ്മിച്ച സമയത്ത് തിരുവിതാംകൂർ ഭരണാധികാരി. 1821 കോട്ടയത്ത് CMS പ്രസ് സ്ഥാപിതമായപ്പോൾ ഭരണാധികാരി. ലണ്ടൻ മിഷൻ സൊസൈറ്റി നാഗർകോവിലിൽ പ്രവർത്തനം ആരംഭിച്ചത് ആരുടെ കാലത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റാണി ഗൗരി പാർവതിബായിയുടെ കാലത്താണ് ലണ്ടൻ മിഷൻ സൊസൈറ്റി നാഗർകോവിലിൽ പ്രവർത്തനം ആരംഭിച്ചത്. ഓക്കെ, അതേപോലെ തന്നെ ലണ്ടൻ മിഷൻ സൊസൈറ്റി നാഗർകോവിലിൽ അച്ചടിശാല സ്ഥാപിച്ചത് 1820 ഗൗരി പാർവതിബായിയുടെ കാലഘട്ടത്താണ്. 1848 കല്ലായി പ്രൈമറി സ്കൂൾ ആരംഭിച്ചത് BEM മിഷണറി സംഘമാണ്. ഓക്കെ, ഇനി റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ഒരു ചോദ്യത്തിലേക്ക് നമുക്ക് നോക്കാം. അതായത് തിരുവിതാംകൂറിൽ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നടപ്പിലാക്കിയത് റാണി ഗൗരി പാർവതിബായി ആണ്. കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിച്ച ക്രിസ്ത്യൻ മിഷണറി സംഘമായ ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ മലബാർ ഭാഗം കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനം നടത്തിയത്. ഓക്കെ, അപ്പോൾ തിരുവിതാംകൂറിൽ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നടപ്പിലാക്കിയ ഭരണാധികാരി ആരാന്ന് ചോദിച്ചാൽ ആരാണ്? റാണി ഗൗരി പാർവതിബായി എന്നുള്ളത് ഒന്ന് ഓർത്തു വയ്ക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് റാണി ഗൗരി പാർവതിബായിയെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളൂ. ഇനി നമുക്ക് പഠിക്കാനുള്ള അടുത്തൊരു വ്യക്തി എന്ന് പറയുന്നത് സ്വാതി തിരുനാളാണ്. ഓക്കെ, സ്വാതി തിരുനാൾ. അതായത് തിരുവിതാംകൂറിന്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെട്ടിരുന്നത് ഏത് രാജാവിന്റെ കാലഘട്ടമാണെന്ന് ചോദിച്ചാൽ നമുക്ക് അപ്പോൾ തന്നെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ആരുടെയാണ്? സ്വാതി തിരുനാളിന്റെ കാലഘട്ടത്തെയാണ് തിരുവിതാംകൂറിന്റെ സുവർണ കാലഘട്ടം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആധുനിക തിരുവിതാംകൂറിന്റെ സുവർണ കാലഘട്ടം എന്ന് പറയുന്നത് സ്വാതി തിരുനാളിന്റെ കാലഘട്ടമാണ്. ഗർഭ ശ്രീമാൻ, ദക്ഷിണ ഭോജൻ എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്നു. ഓക്കെ, അപ്പോൾ അദ്ദേഹം അറിയപ്പെട്ടിരുന്ന പേരുകളാണ് ഗർഭ ശ്രീമാൻ, ദക്ഷിണ ഭോജൻ എന്നീ പേരുകളിൽ അറിയപ്പെട്ട തിരുവിതാംകൂർ രാജാവ് ആരാണെന്ന് ചോദിച്ചാൽ അതാരാണ്? സ്വാതി തിരുനാളാണ് ഗർഭ ശ്രീമാൻ,
ദക്ഷിണഭോജൻ എന്നീ പേരുകളിൽ അറിയപ്പെട്ടു. സംഗീതജ്ഞരിൽ രാജാവ്, രാജാക്കന്മാരിലെ സംഗീതജ്ഞൻ എന്നീ പേരുകളിൽ അറിയപ്പെട്ടത് സ്വാതി തിരുനാളാണ്. ഓക്കെ, അപ്പോൾ സംഗീതജ്ഞരിൽ രാജാവ്, രാജാക്കന്മാരിലെ സംഗീതജ്ഞൻ എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്നത് സ്വാതി തിരുനാൾ. സ്വാതി തിരുനാളിന്റെ യഥാർത്ഥ പേരാണ് രാമവർമ്മ. നിയമകാര്യ വകുപ്പിൽ സ്വാതി തിരുനാളിനെ സഹായിച്ചിരുന്ന വ്യക്തിയായിരുന്നു കണ്ടൻ മേനോൻ. തിരുവിതാംകൂർ സേനയ്ക്ക് നായർ ബ്രിഗേഡ് എന്ന പേര് നൽകിയ ഭരണാധികാരി അതാരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാതി തിരുനാളാണ്. തിരുവിതാംകൂർ സേനയ്ക്ക് നായർ ബ്രിഗേഡ് എന്ന പേര് നൽകിയ ഭരണാധികാരി. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട കേരളത്തിലെ ആദ്യ രാജാവാണ് സ്വാതി തിരുനാൾ. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട കേരളത്തിലെ ആദ്യ രാജാവാണ് സ്വാതി തിരുനാൾ. സ്വാതി തിരുനാളിന്റെ ഭരണപരിഷ്കാരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കി കഴിഞ്ഞാൽ തിരുവിതാംകൂറിൽ എഞ്ചിനീയറിംഗ് വകുപ്പ്, പൊതുമരാമത്ത് വകുപ്പ് എന്നിവ ആരംഭിച്ചു. അപ്പോൾ തിരുവിതാംകൂറില് എഞ്ചിനീയറിംഗ് വകുപ്പ്, പൊതുമരാമത്ത് വകുപ്പ് ഇതൊക്കെ ആരംഭിച്ചത് ആരാ? സ്വാതി തിരുനാളാണ്. കാർഷിക ആവശ്യങ്ങൾക്കായി തിരുവിതാംകൂറിൽ ജലസേചന വകുപ്പ് ആരംഭിച്ചു. 1837 വാന നിരീക്ഷണ കേന്ദ്രം സ്ഥാപിച്ചു. കേരളത്തിലെ ആദ്യത്തെ ഗ്രന്ഥശാലയായ തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറി സ്ഥാപിച്ചത് തിരുവിതാംകൂർ ഭരണാധികാരി ആരാന്ന് ചോദിച്ചാൽ അത് സ്വാതി തിരുനാളാണ്. തിരുവിതാംകൂറിന്റെ ആദ്യത്തെ ഇംഗ്ലീഷ് മലയാളം കലണ്ടറാണ് 1839 പുറത്തിറക്കി. അതേപോലെ തന്നെ പെറ്റി സിവിൽ കേസുകളും പോലീസ് കേസുകളും കേൾക്കാൻ വേണ്ടി മുൻസിഫ് കോടതികൾ സ്ഥാപിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും സ്വാതി തിരുനാളാണ്. അപ്പോൾ പെറ്റി സിവിൽ കേസുകളും പോലീസ് കേസുകളും കേൾക്കാൻ വേണ്ടിയിട്ട് മുൻസിഫ് കോടതികൾ സ്ഥാപിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ആര് തന്നെയാ? നമ്മുടെ സ്വാതി തിരുനാളാണ്. തിരുവനന്തപുരത്തെ ഗവൺമെന്റ് പ്രസ് സ്ഥാപിച്ച ഭരണാധികാരി തിരുവനന്തപുരം മൃഗശാല, നക്ഷത്ര ബംഗ്ലാവ്, തൈക്കാട് ആശുപത്രി, കുതിരമാളിക എന്നിവ പണി കഴിപ്പിച്ചു. ഹജൂർ കച്ചേരി കൊല്ലത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റിയ ഭരണാധികാരി. അതേപോലെ തന്നെ ശുചീന്ദ്രൻ കൈമുക്ക് നിർത്തലാക്കിയ ഭരണാധികാരി. ഓക്കെ, അപ്പോൾ ഹജൂർ കച്ചേരി കൊല്ലത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റി. അതേപോലെ തന്നെ എന്താണ്? ശുചീന്ദ്രൻ കൈമുക്ക് നിർത്തലാക്കിയ ഭരണാധികാരി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാലും അതും ആര് തന്നെയാ? നമ്മുടെ സ്വാതി തിരുനാളാണ്. ഇനി രണ്ടൂന്ന് കൺഫ്യൂസിങ് ഫാക്ട് നമുക്ക് നോക്കാം. തിരുവിതാംകൂറിലെ ആദ്യത്തെ നിയമസംഹിത പ്രസിദ്ധീകരിച്ചത്, തിരുവിതാംകൂറിൽ ആദ്യത്തെ സെൻസസ് നടന്നത്, അതേപോലെ തന്നെ തിരുവിതാംകൂറിലെ ആദ്യത്തെ ക്രമീകൃത സെൻസസ് അതാരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ്? ആയില്യം തിരുനാളിന്റെ കാലത്താണ് തിരുവിതാംകൂറിലെ ആദ്യത്തെ ക്രമീകൃത സെൻസസ്. പക്ഷേ തിരുവിതാംകൂറിലെ ആദ്യ സെൻസസ് നടന്നത് 1836 സ്വാതി തിരുനാളിന്റെ കാലഘട്ടത്താണ്. അപ്പോൾ ഓർത്തു വെച്ചോ, തിരുവിതാംകൂറിലെ ആദ്യത്തെ സെൻസസ് നടന്നത് 1836 സ്വാതി തിരുനാള്. പക്ഷേ തിരുവിതാംകൂറിലെ ആദ്യത്തെ ക്രമീകൃത സെൻസസ് നടന്നത് ആരുടെ കാലത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1875 ആയില്യം തിരുനാളിന്റെ കാലത്താണ്. ഇനി ആധുനിക ലിപി വിളംബരം തിരുവിതാംകൂറിൽ നടപ്പിലാക്കിയത്, അതേപോലെ തന്നെ എന്താണ്? തിരുവിതാംകൂറിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം, ഇംഗ്ലീഷ് സ്കൂൾ ആരംഭിച്ചത് സ്വാതി തിരുനാളിന്റെ കാലത്താണ്. അതേപോലെ തന്നെ തിരുവനന്തപുരത്തെ ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിച്ചത് 1834 നവരാത്രി ഉത്സവത്തോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് നവരാത്രി സംഗീതോത്സവം ആരംഭിച്ച രാജാവ്. കർണാടക സംഗീതത്തിലും വീണ വായനയിലും താൽപ്പന്നായിരുന്ന തിരുവിതാംകൂർ രാജാവ്. സ്വാതി തിരുനാളിന്റെ കാലത്ത് വളർന്നു വന്ന നൃത്തരൂപമാണ് മോഹിനിയാട്ടം എന്ന് പറയുന്നത്. അപ്പോൾ സ്വാതി തിരുനാളിന്റെ കാലത്ത് വളർന്നു വന്ന നൃത്തരൂപം താഴെ പറയുന്നവയിൽ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മോഹിനിയാട്ടമാണ്. മോഹിനിയാട്ടത്തില് വർണ്ണം, പദം, തില്ലാന എന്നിവ കൊണ്ടുവന്ന തിരുവിതാംകൂർ രാജാവ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവും ആര് തന്നെയാ? നമ്മുടെ സ്വാതി തിരുനാളാണ്. ഓക്കെ, അപ്പോൾ മോഹിനിയാട്ടത്തിലെ വർണ്ണം, പദം, തില്ലാന എന്നിവ കൊണ്ടുവന്നതും ആരാണ്? നമ്മുടെ സ്വാതി തിരുനാളാണ്. ഓക്കെ, ഇനി സ്വാതി തിരുനാളിന്റെ ആസ്ഥാന കവിയായിരുന്ന വ്യക്തിയായിരുന്നു ഇരയിമ്മൻ തമ്പി. ഓമനത്തിങ്കൾ കിടാവോ എന്ന താരാട്ടുപാട്ട് രചിച്ചത് ഇരയിമ്മൻ തമ്പിയാണ്. നമുക്കറിയാം ഏറ്റവും കൂടുതൽ നമ്മളൊക്കെ കേട്ടേക്കണ ഒരു താരാട്ടുപാട്ട് തന്നെയാണ് ഓമനത്തിങ്കൾ കിടാവോ. അത് രചിച്ചത് ആരാണ്? സ്വാതി തിരുനാളിന്റെ ആസ്ഥാന കവിയായ ഇരയിമ്മൻ തമ്പിയാണ്. ആരാണ്? ഇരയിമ്മൻ തമ്പി. ഉത്തരാ സ്വയംവരം ആട്ടക്കഥ രചിച്ചതും ഇരയിമ്മൻ തമ്പി. പ്രധാന കൃതികളാണ് ഭക്തിമഞ്ജരി, അതേപോലെ തന്നെ ഉത്സവ പ്രബന്ധം, നവരത്നമാലിക, വർണ്ണപ്രബന്ധം. ഇതൊക്കെ ആരുടെയാണ്? ഇരയിമ്മൻ തമ്പിയുടെയാണ്. സ്വാതി തിരുനാളിന്റെ മറ്റു വസ്തുക്കൾ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്വാതി തിരുനാളിന്റെ സദസ്സിലെ ആസ്ഥാന സംഗീത വിദ്വാൻമാരാണ് തഞ്ചാവൂർ നാൽവർ,
അതേപോലെ തന്നെ എന്താണ് മുത്തുസ്വാമി ദീക്ഷിതരുടെ ശിഷ്യരായ വടിവേലു, ചിന്നയ്യ, പൊന്നയ്യ, ശിവാനന്ദൻ എന്നിവരാണ് എന്തെന്ന് പറയുന്നത് തഞ്ചാവൂർ നാൽവർ എന്ന പേരിൽ അറിയപ്പെട്ടത്. സ്വാതി തിരുനാളിൻ്റെ സദസ്സിലെ പ്രമുഖരായ സംഗീതജ്ഞരായിരുന്നു ഷഡ്കാല ഗോവിന്ദമാരാരും മേരുസ്വാമിയും. ഓക്കെ, 18ഓളം ഭാഷകൾ അനായാസം കൈകാര്യം ചെയ്തിരുന്ന ഭരണാധികാരിയാണ് സ്വാതി തിരുനാൾ എന്ന് പറയുന്നത്. അപ്പോൾ 18ഓളം ഭാഷകൾ അനായാസം കൈകാര്യം ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു ആരെന്ന് പറയുന്നത് സ്വാതി തിരുനാൾ. സ്വാതി തിരുനാളിൻ്റെ സമയത്ത് ബ്രിട്ടീഷ് പ്രസിഡന്റ് ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വില്യം കല്ലനാണ്. സ്വാതി തിരുനാളിൻ്റെ ഓർമ്മയ്ക്ക് എല്ലാ വർഷവും ജനുവരിയിൽ 10 ദിവസം നീണ്ടു നിൽക്കുന്ന സ്വാതി സംഗീതോത്സവം നടക്കുന്നത് കുതിരമാളിക തിരുവനന്തപുരത്താണ്. ഓക്കെ, അപ്പോൾ എന്താണ് സ്വാതി തിരുനാളിൻ്റെ ഓർമ്മയ്ക്കായി എല്ലാ വർഷവും ജനുവരി 10 ദിവസം നീണ്ടു നിൽക്കുന്ന സ്വാതി സംഗീതോത്സവം അത് കുതിരമാളികയിലാണ് തിരുവനന്തപുരത്ത് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് സ്വാതി തിരുനാളുമായി ബന്ധപ്പെട്ട് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഫാക്റ്റ് എന്ന് പറയുന്നത്. അതായത് തിരുവിതാംകൂറിൻ്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ഏത് രാജാവിൻ്റെ കാലത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ സ്വാതി തിരുനാളിൻ്റെ കാലഘട്ടത്താണ്. അതേപോലെ തന്നെ സംഗീതജ്ഞരിൽ രാജാവ്, രാജാക്കന്മാരിലെ സംഗീതജ്ഞൻ എന്നീ പേരുകളിൽ അറിയപ്പെട്ടത് നമ്മുടെ സ്വാതി തിരുനാളാണ്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേരായിരുന്നു രാമവർമ്മ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നോക്കാം. അതായത് ഇരയിമ്മൻ തമ്പി അദ്ദേഹത്തിൻ്റെ എന്താണ് ആസ്ഥാന കവി. അതേപോലെ തന്നെ എന്താണ് അടുത്തൊരു രാജാവാണ് ആരെന്ന് പറയുന്നത് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. കാലഘട്ടം 1847 മുതൽ 1860 വരെയുള്ള കാലഘട്ടമാണ് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. കഥകളിയുടെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ഉത്രം തിരുനാളിൻ്റെ ഭരണകാലഘട്ടമാണ്. ഓക്കെ, അപ്പോൾ ഉത്രം തിരുനാളിൻ്റെ കാലഘട്ടത്തെയാണ് എന്തെന്ന് പറയുന്നത് കഥകളിയുടെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത്. ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്തെ തിരുവിതാംകൂർ രാജാവ് ചോദിച്ചേക്കണതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്, മറന്നു പോകരുത്. ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്തെ തിരുവിതാംകൂർ രാജാവായിരുന്നു ആരെന്ന് പറയുന്നത് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ഓക്കെ, നമുക്കറിയാം 1857 ശിപായി ലഹള നടക്കുന്ന സമയത്ത് ഭരണാധികാരിയായിരുന്നു ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. നടന്നത് 1857 മെയ് 10 ഉത്തർപ്രദേശിലെ മീററ്റ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം അരങ്ങേറിയത്. അതൊക്കെ നമുക്ക് ആ ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. കേരളത്തിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത് ആലപ്പുഴയിലാണ് 1857. അയർലൻഡുകാരനായ ജെയിംസ് ഡാറയും ഹെൻറി സ്മൈലും ചേർന്ന് കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി ആലപ്പുഴയിൽ സ്ഥാപിച്ചതും ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്താണ്. 1859 ഡാറ സ്മെയിൽ സ്ഥാപിതമാകുന്നത് ആലപ്പുഴയിൽ. വൈദ്യശാസ്ത്രം, ശരീരവിജ്ഞാനീയം അഗാധ പാണ്ഡിത്യമുണ്ടായിരുന്ന തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. 1859 തിരുവനന്തപുരത്ത് പെൺകുട്ടികൾക്ക് വേണ്ടി സ്കൂൾ ആരംഭിച്ച ഭരണാധികാരി ആരാന്ന് ചോദിച്ചാൽ അതും ആര് തന്നെയാ ഈ പറയുന്ന ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. അടിമകളുടെ മക്കൾക്ക് സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട് ഊഴിയം നിർത്തലാക്കിയ ഭരണാധികാരി. അടിമകളുടെ മക്കൾക്ക് സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട് ഊഴിയം നിർത്തലാക്കിയ ഭരണാധികാരി. കഥകളിയുടെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടത്താണ് കഥകളിയുടെ സുവർണ കാലഘട്ടം എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളൂ. അടുത്തത് നേപ്പിയർ മ്യൂസിയമാണ്. ഉത്രം തിരുനാളിൻ്റെ നിർദ്ദേശം അനുസരിച്ച് തിരുവനന്തപുരത്ത് മ്യൂസിയം സ്ഥാപിക്കാനായി കമ്മിറ്റി പ്രവർത്തനം ആരംഭിച്ചത് 1855. തിരുവനന്തപുരം മ്യൂസിയം സ്ഥാപിതമായ വർഷം 1857. ഒരു പുതിയ മന്ദിരം നിർമ്മിക്കുകയും മ്യൂസിയം അതിലേക്ക് മാറ്റുകയും ചെയ്ത വർഷം 1880. 1880 ആരംഭിച്ച ഈ മ്യൂസിയത്തിന് നൽകപ്പെട്ട പേരാണ് നേപ്പിയർ മ്യൂസിയം. അപ്പോൾ 1880 ആരംഭിച്ച ഈ മ്യൂസിയമാണ് നേപ്പിയർ മ്യൂസിയം എന്ന പേരിൽ അറിയപ്പെട്ടത്. ഓക്കെ, ഇനി അന്ന് മദ്രാസ് പ്രസിഡൻസിയുടെ ഗവർണറായിരുന്ന നേപ്പിയർ പ്രഭു ആണ് ആ പേര് നൽകിയത്. അതായത് നേപ്പിയർ പ്രഭുവിൻ്റെ പേരാണ് നൽകിയത്. നേപ്പിയർ മ്യൂസിയം പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്ത തിരുവിതാംകൂർ രാജാവാണ് ആയില്യം തിരുനാള്. അപ്പോൾ നേപ്പിയർ മ്യൂസിയം പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്ത തിരുവിതാംകൂർ രാജാവാരായിരുന്നു എന്ന് ചോദിച്ചാൽ ആയില്യം തിരുനാളാണ്. നേപ്പിയർ മ്യൂസിയത്തിൻ്റെ ഡിസൈൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തയ്യാറാക്കിയത് റോബർട്ട് ചിഷോമാണ്. ഓക്കെ, അപ്പോൾ നേപ്പിയർ മ്യൂസിയത്തിൻ്റെ ഡിസൈൻ ചെയ്തത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് റോബർട്ട് ചിഷോമാണ്. ഓക്കെ, അപ്പോൾ നേപ്പിയർ മ്യൂസിയത്തിൻ്റെ ഡിസൈൻ തയ്യാറാക്കിയത് റോബർട്ട് ചിഷോമാണ്.
തിരുവനന്തപുരം മൃഗശാലയും ഉദ്യാനവും സ്ഥാപിതമായ വർഷം 1859 തിരുവനന്തപുരം മൃഗശാലയും അതേപോലെ തന്നെ ഉദ്യാനവും സ്ഥാപിതമായത് 1859. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഉറപ്പായിട്ടും എന്ത് ചെയ്യുക, ഒന്ന് നോക്കി വയ്ക്കുക. ഓക്കെ, അടുത്ത് നമുക്ക് പഠിക്കാം എന്താണ് ആയില്യം തിരുനാളിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. ആയില്യം തിരുനാളിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1860 മുതൽ 1880 വരെയാണ് ആയില്യം തിരുനാളിന്റെ കാലഘട്ടം എന്ന് പറയുന്നത്. ഓക്കെ, തിരുവിതാംകൂറിലെ പുരോഗനാത്മകമായ ഭരണത്തിന് വിക്ടോറിയ രാജ്ഞിയിൽ നിന്നും കൈസർ ഇ ഹിന്ദ് ബഹുമതി നേടിയ തിരുവിതാംകൂർ രാജാവ്. ഓക്കെ, അപ്പോൾ എന്താണ് തിരുവിതാംകൂറിലെ പുരോഗനാത്മകമായ ഭരണത്തിന് വിക്ടോറിയ രാജ്ഞിയിൽ നിന്നും കൈസർ ഇ ഹിന്ദ് ബഹുമതി നേടിയ തിരുവിതാംകൂർ രാജാവ്. ആയില്യം തിരുനാളിന് 1866 മഹാരാജ പട്ടം നൽകിയ ബ്രിട്ടീഷ് രാജ്ഞിയാണ് വിക്ടോറിയ രാജ്ഞി. അപ്പോൾ കൈസർ ഇ ഹിന്ദ് ബഹുമതി നൽകിയത് വിക്ടോറിയ രാജ്ഞിയിൽ നിന്നുമാണ്. ആർക്ക് ലഭിച്ചത്? ആയില്യം തിരുനാളിന്. ആയില്യം തിരുനാളിന് മഹാരാജ പട്ടം നൽകിയ ബ്രിട്ടീഷ് രാജ്ഞിയാണ് വിക്ടോറിയ രാജ്ഞി. അത് 1866. 1866 ബ്രിട്ടീഷ് രാജ്ഞി ഓർഡർ ഓഫ് സ്റ്റാർ ഓഫ് ഇന്ത്യയിൽ അംഗത്വം നൽകിയ തിരുവിതാംകൂർ രാജാവാണ് ആയില്യം തിരുനാൾ. ഓക്കെ, സന്ധിഷ്ടവാദി എന്ന പത്രം കണ്ടുകെട്ടിയത് ആയില്യം തിരുനാളാണ്. സർക്കാർ അഞ്ചൽ പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുത്ത സമയത്തെ തിരുവിതാംകൂർ രാജാവ് ആയില്യം തിരുനാൾ. 1861 ലാറ്റിൻ വാക്കായ ഏഞ്ചൽ നിന്നാണ് ദൂതൻ അഥവാ അഞ്ചൽ എന്ന വാക്ക് ഉത്ഭവിച്ചത്. ആയില്യം തിരുനാളിന്റെ പ്രശസ്തനായ ദിവാനായിരുന്നു ടി മാധവറാവു. ഓക്കെ, അപ്പോൾ ആയില്യം തിരുനാളിന്റെ പ്രശസ്തനായ ദിവാൻ താഴെ പറയുന്നവയിൽ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ടി മാധവറാവു ആണ്. ടി മാധവറാവുവിനു ശേഷം ദിവാൻ പദവിയിലെത്തിയത് ശേഷയ്യ ശാസ്ത്രിയാണ്. ഓക്കെ, അപ്പോൾ ആയില്യം തിരുനാളിന്റെ പ്രശസ്തനായ ദിവാനായിരുന്നു ടി മാധവറാവു. ടി മാധവറാവുവിനു ശേഷം ദിവാൻ പദവിയിലെത്തിയത് ശേഷയ്യ ശാസ്ത്രി എന്ന് പറയുന്ന ആളാണ്. അതേപോലെ തന്നെ പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ചത് ആയില്യം തിരുനാളാണ്. എന്താണ്, ഒട്ടുമിക്ക എക്സാമുകളിലും ബേസ് ആയിട്ടുള്ള ഒരു ചോദ്യം വരാറുള്ളതാണ്. പണ്ടാരപ്പാട്ട വിളംബരം നടന്ന വർഷം എന്നാണുള്ളത്. 1865 പണ്ടാരപ്പാട്ട വിളംബരം നടക്കുന്നത്. അപ്പോൾ പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ രാജാവ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അത് ആരാണ്? ആയില്യം തിരുനാളാണ്. തിരുവിതാംകൂറിന്റെ കർഷകരുടെ മാഗ്ന കാട്ട എന്നറിയപ്പെടുന്നത് പണ്ടാരപ്പാട്ട വിളംബരമാണ്. പണ്ടാരപ്പാട്ട വിളംബരം നടന്ന വർഷം 1865. 1865 പണ്ടാരപ്പാട്ട വിളംബരം വഴി കുടിയാൻ സർക്കാർ വക പാട്ടവസ്തുക്കളുടെ മേൽ അവകാശം സ്ഥിരപ്പെടുത്തി കൊടുത്തു. വിളംബരത്തിലെ വ്യവസ്ഥകളായിരുന്നു വസ്തു കൈമാറ്റം ചെയ്യാം, പിന്മുറക്കാരന് ഈ വസ്തു അവകാശമുറയ്ക്ക് കിട്ടും, ഭൂമി മെച്ചപ്പെടുത്താൻ പാട്ടക്കാർക്ക് അവകാശമുണ്ട്, പൊതു ആവശ്യങ്ങൾക്ക് വേണ്ടി സർക്കാർ ഭൂമി ഏറ്റെടുക്കുകയാണെങ്കിൽ പാട്ടക്കാരന് ഭൂമിയുടെ വില നൽകണം. ഇതൊക്കെയായിരുന്നു പണ്ടാരപ്പാട്ട വിളംബരത്തിലെ വ്യവസ്ഥകൾ എന്ന് പറയുന്നത്. അപ്പോൾ പണ്ടാരപ്പാട്ട വിളംബരത്തിന്റെ പ്രധാനപ്പെട്ട വ്യവസ്ഥകളൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. അതായത് എന്തൊക്കെയാണ്? വസ്തു കൈമാറ്റം ചെയ്യാം, പിന്മുറക്കാരന് വസ്തുക്കൾക്ക് അവകാശമുണ്ട്, അതേപോലെ തന്നെ ഭൂമി മെച്ചപ്പെടുത്താൻ പാട്ടക്കാരന് അവകാശമുണ്ട്, പൊതു ആവശ്യങ്ങൾക്ക് വേണ്ടി സർക്കാർ ഭൂമി ഏറ്റെടുക്കുകയാണെങ്കിൽ പാട്ടക്കാരന് ഭൂമിയുടെ വില നൽകണം. ഇതൊക്കെയായിരുന്നു എന്തിൻ്റെ? പണ്ടാരപ്പാട്ട വിളംബരത്തിന്റെ വ്യവസ്ഥകൾ എന്ന് പറയുന്നത്. ഓക്കെ, നടന്ന വർഷം 1865. പുറപ്പെടുവിച്ച തിരുവിതാംകൂർ രാജാവ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയില്യം തിരുനാൾ. അത്രയെങ്കിലും ഓർത്തിരിക്കണം. അപ്പോൾ പണ്ടാരപ്പാട്ട വിളംബരം എന്നാണ് 1865. ആരാണ് പുറപ്പെടുവിച്ചത്? ആയില്യം തിരുനാൾ എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഓക്കെ, അടുത്തതാണ് ആയില്യം തിരുനാളിന്റെ ഭരണ പരിഷ്കാരങ്ങൾ. തിരുവനന്തപുരത്ത് ആർട്സ് കോളേജ് സ്ഥാപിച്ച ഭരണാധികാരി. 1866 തിരുവനന്തപുരത്ത് ആർട്സ് കോളേജ് സ്ഥാപിക്കുന്നത്. 1874 തിരുവനന്തപുരം നിയമവിദ്യാഭ്യാസം ആരംഭിച്ച ഭരണാധികാരി. കേരളത്തിലെ ആദ്യ ജനറൽ ആശുപത്രി, മാനസിക രോഗ ആശുപത്രി, സെൻട്രൽ ജയിൽ എന്നിവ തിരുവനന്തപുരത്ത് ആരംഭിച്ച ഭരണാധികാരി. ജന്മി കുടിയാൻ വിളംബരം നടത്തിയ തിരുവിതാംകൂർ ഭരണാധികാരി. 1867 ജന്മി കുടിയാൻ വിളംബരം വസ്തുവിൽ കുടിയാനുള്ള അവകാശത്തിന് സ്ഥിരത നൽകി. ജന്മി കുടിയാൻ വിളംബരം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് എന്ത്? കാണപ്പാട്ട വിളംബരം. പുനലൂർ തൂക്കുപാലം പണി കഴിപ്പിച്ച ഭരണാധികാരി. 1877 പുനലൂർ തൂക്കുപാലം പണി കഴിപ്പിക്കുന്നത്. പ്രാദേശിക ഭാഷാ വിദ്യാലയങ്ങൾ ആരംഭിക്കുമ്പോഴും സർക്കാർ ഉദ്യോഗസ്ഥർക്ക്
നിർബന്ധിത വാക്സിനേഷൻ ആരംഭിക്കുമ്പോഴും തിരുവിതാംകൂർ ഭരണാധികാരി. കേരളവർമ്മ വലിയ കോയി തമ്പുരാനെ അധ്യക്ഷനാക്കി പാഠപുസ്തക കമ്മിറ്റി രൂപീകരിച്ച ഭരണാധികാരി. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ റോഡായ MC റോഡിന്റെ പണി പൂർത്തിയാക്കിയ ഭരണാധികാരി. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ റോഡായ MC റോഡിന്റെ പണി പൂർത്തിയാക്കിയ ഭരണാധികാരി. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് മന്ദിരം പണി കഴിപ്പിച്ചത് ആയില്യം തിരുനാളാണ്. ഓക്കെ, അപ്പോൾ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് മന്ദിരം പണി കഴിപ്പിച്ചത് ആയില്യം തിരുനാൾ. സെക്രട്ടേറിയറ്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്, മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ്, 1869 ഓഗസ്റ്റ് 23. അപ്പോൾ സെക്രട്ടേറിയറ്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തത് 1869. ഗാന്ധിജി ജനിച്ച വർഷം 1869. അഗസ്ത്യാർകൂടത്തിന്റെ ഉയരം 1869 മീറ്റർ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ 1869 ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചിരിക്കണം, മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ്. സെക്രട്ടേറിയറ്റ് പണി കഴിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയ തിരുവിതാംകൂർ ദിവാനാണ് T. മാധവറാവു. സെക്രട്ടേറിയറ്റ് മന്ദിരത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ അത് വില്യം വാർട്ടർ ആണ്. ഓക്കെ, ഇനി മറ്റു വസ്തുക്കൾ നമ്മൾ നോക്കുകയാണെങ്കിൽ AR രാജരാജവർമ്മ, അതേപോലെ തന്നെ എന്താണ് രാജാ രവിവർമ്മ, കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ എന്നിവർ ആയില്യം തിരുനാളിന്റെ സദസ്സിലെ പ്രമുഖരായിരുന്നു. കേരളവർമ്മ വലിയ കോയി തമ്പുരാനെ ഹരിപ്പാട് തടവിലാക്കിയ ഭരണാധികാരിയായിരുന്നു ആയില്യം തിരുനാള്. കൺഫ്യൂസിങ് ഫാക്റ്റ് ആണെങ്കിൽ ആധുനിക തിരുവിതാംകൂർ മാതൃക രാജ്യം എന്ന് പ്രകീർത്തിക്കപ്പെടാൻ തക്ക വിധം ഭരണമണ്ഡലത്തിന് അടിത്തറ പാകിയത് സ്വാതി തിരുനാളാണ്. എന്നാൽ ആരുടെ ഭരണകാലത്താണ് തിരുവിതാംകൂറിനെ മാതൃകാ രാജ്യം അല്ലെങ്കിൽ മോഡൽ സ്റ്റേറ്റ് എന്ന പദവി ലഭിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആയില്യം തിരുനാളിന്റെ കാലത്താണ്. ഓക്കെ, അപ്പോൾ രണ്ടും തിരിഞ്ഞു പോവരുത്, കൺഫ്യൂസിങ് ആണ്. ആധുനിക തിരുവിതാംകൂർ മാതൃകാ രാജ്യം എന്ന പദവി പ്രകീർത്തിക്കപ്പെടാൻ തക്ക വിധം ഭരണമണ്ഡലത്തിന് അടിത്തറ പാകിയത് സ്വാതി തിരുനാളാണ്. പക്ഷെ ആരുടെ ഭരണകാലത്താണ് തിരുവിതാംകൂർ മാതൃകാ രാജ്യം അല്ലെങ്കിൽ മോഡൽ സ്റ്റേറ്റ് എന്ന പദവി ലഭിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയില്യം തിരുനാളിന്റെ കാലത്താണ്. ഓക്കെ, അടുത്തത് വിശാഖം തിരുനാൾ. സ്റ്റേറ്റ്മാൻ, കൽക്കട്ട റിവ്യൂ തുടങ്ങിയ പത്രങ്ങളിൽ ലേഖനങ്ങൾ എഴുതിയിരുന്ന തിരുവിതാംകൂർ മഹാരാജാവാണ് വിശാഖം തിരുനാൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റേറ്റ്മാൻ, കൽക്കട്ട റിവ്യൂ തുടങ്ങിയ പത്രങ്ങളിൽ ലേഖനങ്ങൾ എഴുതിയിരുന്ന തിരുവിതാംകൂർ മഹാരാജാവാണ് വിശാഖം തിരുനാൾ. മുല്ലപ്പെരിയാർ പാട്ടക്കരാറിനെ എൻ്റെ ഹൃദയരക്തം കൊണ്ട് എഴുതുന്നത് എന്ന് വിശേഷിപ്പിച്ച തിരുവിതാംകൂർ രാജാവാണ് വിശാഖം തിരുനാൾ. ഓക്കെ, അപ്പോൾ മുല്ലപ്പെരിയാർ പാട്ടക്കരാറിനെ എൻ്റെ ഹൃദയരക്തം കൊണ്ടാണ് എഴുതുന്നത് എന്ന് വിശേഷിപ്പിച്ച തിരുവിതാംകൂർ രാജാവാണ് വിശാഖം തിരുനാൾ. തിരുവിതാംകൂറിലെ പോലീസ് വിഭാഗത്തെ പുനഃസംഘടിപ്പിച്ച രാജാവ്. പണ്ഡിതൻ എന്ന നിലയിൽ പ്രശസ്തനായ തിരുവിതാംകൂർ രാജാവ് വിശാഖം തിരുനാൾ രാമവർമ്മ. വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗമാകാൻ ക്ഷണം ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ രാജാവാണ് വിശാഖം തിരുനാൾ. വിശാഖം തിരുനാളിന്റെ ഭരണപരിഷ്കാരങ്ങൾ നോക്കുകയാണെങ്കിൽ 1884 തിരുവിതാംകൂറിലെ ആദ്യത്തെ പരുത്തി മില്ല് കൊല്ലത്ത് ആരംഭിച്ച സമയത്ത് ഭരണാധികാരി. ഓക്കെ, അപ്പോൾ വിശാഖം തിരുനാളിന്റെ പ്രധാന ഭരണപരിഷ്കാരം ഒന്നാമത്തെയാണ് 1884 തിരുവിതാംകൂറിലെ ആദ്യത്തെ പരുത്തി മില്ല് കൊല്ലത്ത് ആരംഭിച്ച സമയത്തെ ഭരണാധികാരി. തിരുവിതാംകൂറിൽ സമ്പൂർണ്ണ ഭൂസർവേ നടന്നത് 1883 വിശാഖം തിരുനാളിന്റെ ഭരണകാലത്താണ്. അപ്പോൾ തിരുവിതാംകൂറിൽ സമ്പൂർണ്ണ ഭൂസർവേ നടന്നത് 1883 വിശാഖം തിരുനാളിന്റെ കാലത്ത്. തിരുവിതാംകൂറിൽ പോലീസ് സംവിധാനം ഉടച്ചു വാർത്ത ഭരണാധികാരി. തിരുവിതാംകൂറിലെ ആദ്യത്തെ പോലീസ് സൂപ്രണ്ടാണ് ഒലിവർ H. ബെൻസിലി എന്ന് പറയുന്നത്, 1881. കൃഷിയിലും സസ്യശാസ്ത്രത്തിലും പാണ്ഡിത്യമുണ്ടായിരുന്ന തിരുവിതാംകൂർ രാജാവാണ് വിശാഖം തിരുനാൾ. തിരുവിതാംകൂർ ഹൈക്കോടതി. തിരുവിതാംകൂറിൽ ഹൈക്കോടതി സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകിയ ഭരണാധികാരിയാണ് വിശാഖം തിരുനാൾ. തിരുവിതാംകൂറിൽ ഹൈക്കോടതി നിലവിൽ വന്ന വർഷം 1887. തിരുവിതാംകൂർ ഹൈക്കോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം 5 എണ്ണമാണ്. ഒരു ചീഫ് ജസ്റ്റിസും 4 ജഡ്ജിമാരുമാണ് ഉണ്ടായിരുന്നത്. തിരുവിതാംകൂർ ഹൈക്കോടതിയിലെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസാണ് രാമചന്ദ്ര അയ്യർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എക്സ്ട്രാ ഫാക്റ്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നോക്കിക്കോ. അതായത് തിരുവിതാംകൂറിൽ മരച്ചീനി കൃഷി പ്രോത്സാഹിപ്പിച്ച ഭരണാധികാരി. നമുക്കറിയാം, ഒത്തിരി തവണ ചോദിച്ച ചോദ്യമാണ്. തിരുവിതാംകൂറിൽ മരച്ചീനി കൃഷി പ്രോത്സാഹിപ്പിച്ച ഭരണാധികാരി വിശാഖം തിരുനാളാണ്. വിശാഖം തിരുനാളിന്റെ സ്മരണാർത്ഥമാണ്
നാമകരണം ചെയ്ത മരച്ചീനിയാണ് ശ്രീവിശാഖം എന്ന് പറയുന്നത്. അങ്ങനെയാണ് ശ്രീവിശാഖം എന്ന് പറയുന്ന ആ ഒരു മരച്ചീനിയുടെ ഇനം കൊണ്ടുവന്നത്. ഓക്കെ, മുല്ലപ്പെരിയാർ ഡാമിന് അന്തിമാനുമതി നൽകിയ തിരുവിതാംകൂർ മഹാരാജാവ്, നാഞ്ചിനാട്ടിലെ ജലസേചന പദ്ധതി വികസിപ്പിച്ച തിരുവിതാംകൂർ രാജാവ്, ഇതെല്ലാം ആര് തന്നെയാണ്? നമ്മുടെ നമ്മുടെ വിശാഖം തിരുനാളാണ്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ ഓർത്തു വയ്ക്കുക. അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ ഹൊറേഴ്സ് ഓഫ് വാർ ആൻഡ് ബെനിഫിറ്റ് ഓഫ് പീസ്, ഒബ്സർവേഷൻ ഓൺ ഹയർ എഡ്യൂക്കേഷൻ. ഇത് രണ്ടും ആരുടെയാണ്? വിശാഖം തിരുനാളിന്റെ പ്രധാന കൃതികളാണ്. ദ ഹൊറേഴ്സ് ഓഫ് വാർ ആൻഡ് ബെനിഫിറ്റ് ഓഫ് പീസ്, ഒബ്സർവേഷൻ ഓൺ ഹയർ എഡ്യൂക്കേഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളായിട്ട് പറയുന്നത്. നമുക്കിനി മലയാളം ശൈലികളിലേക്ക് നോക്കാം. അതായത് ഇരവിഴുങ്ങിയ പാമ്പ്. ഓക്കെ, ഇരവിഴുങ്ങിയ പാമ്പ് എന്ന മലയാളം ശൈലിയുടെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനക്കമില്ലാത്തത് എന്നതാണ് ഇരവിഴുങ്ങിയ പാമ്പ് എന്ന ശൈലിയുടെ അർത്ഥം എന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇരവിഴുങ്ങിയ പാമ്പ് പിന്നെ എന്ത് ചെയ്യത്തില്ല, അതായത് പിന്നെ അടുത്ത കാലത്തെങ്ങും അത് അനങ്ങുമൊന്നുമില്ല, അങ്ങനെ അങ്ങ് കിടക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പാമ്പുകളൊക്കെ എന്താണ്, അവർ 1, 2, 3 മാസത്തേക്കുള്ള ഇര ഒറ്റയടിക്ക് പിടിച്ച് അതങ്ങ് കഴിക്കും. പിന്നെ അത് ദഹിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, വെറുതെ കിടക്കും. അപ്പോൾ ഇര വിഴുങ്ങിയ പാമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അനക്കമില്ലാത്തത് എന്നാണ് അതിൻ്റെ അർത്ഥം. അടുത്തത് ഇരുത്തിക്കളയുക. ഓക്കെ, ഇരുത്തിക്കളയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ തോൽപ്പിക്കുക എന്നതാണ് അതിൻ്റെ അർത്ഥം. ഇരുത്തിക്കളയുക, നമ്മൾ പറയില്ലേ നിന്നെ അങ്ങ് ഇരുത്തിയേക്കാം നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? തോൽപ്പിക്കുക എന്നതാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അടുത്തത് ഈറാൻ ചൊല്ലുക. ഓക്കെ, റാൻ ചൊല്ലുക അല്ലെങ്കിൽ റാൻ മൂളുക എന്നൊക്കെ പണ്ട് കാലത്ത് പറയാറുണ്ട്. അതേപോലെ തന്നെയാണ് ഇതും പറയുന്നത്. ഇറാൻ ചൊല്ലുക എന്ന് വെച്ച് കഴിഞ്ഞാൽ റാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിവെക്കുക, അത് ശരിയാണ് എന്നതാണ് ഇറാൻ ചൊല്ലുക എന്നതിൻ്റെ അർത്ഥം. ഉച്ചപ്പട്ടിണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിദരിദ്രനാണ്. ഓക്കെ, ഉച്ചപ്പട്ടിണി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിദരിദ്രൻ. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് ഉച്ചപ്പട്ടിണി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിദരിദ്രൻ എന്ന ആ ഒരു അർത്ഥമാണ് അതിൻ്റെ ഉച്ചപ്പട്ടിണി. അടുത്തത് ഉച്ചികുത്തി വീഴുക. ഓക്കെ, ഉച്ചികുത്തി വീഴുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അധപ്പതിക്കുക. ഓക്കെ, ഉച്ചികുത്തി വീഴുക, അധപ്പതിക്കുക. അടുത്തത് ഉടച്ചു വാർക്കുക. ഉടച്ചു വാർക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിലുള്ള ആ ഒരു സംഭവമൊക്കെ എന്ത് ചെയ്യുക, മൊത്തം പൊളിച്ച് വീണ്ടും എന്ത് ചെയ്യുക, കുറച്ചുകൂടി നല്ല രീതിയിൽ ഉണ്ടാക്കുക. അതാണ് ഉടച്ചു വാർക്കുക എന്ന ശൈലിയുടെ അർത്ഥം. അടുത്തത് ഉണ്ടയില്ലാ വെടി. ഉണ്ടയില്ലാ വെടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിസ്ഥാനരഹിതമായ വാർത്തകൾ. ഓക്കെ, അപ്പോൾ നമ്മൾ പറയില്ലേ നീ ഉണ്ടയില്ലാത്ത വെടി വയ്ക്കരുല്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അടിസ്ഥാനരഹിതമല്ലാത്ത വാർത്തയാണ്. അടുത്തത് ഉപ്പില്ലാ സംസാരം. ഉപ്പില്ലാ സംസാരം എന്ന് പറഞ്ഞാൽ രുചിക്കാത്ത വാക്കാണ് ഉപ്പില്ലാ സംസാരം എന്ന് വെച്ചാൽ തുറന്നു പറയുക. ഉരുളയ്ക്കുപ്പേരി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തക്ക സമാധാനം. എന്തെങ്കിലും പറയുന്നു, അതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യുന്നു, അപ്പം തന്നെ അതിനുള്ള മറുപടിയും തിരികെ പറയുന്നു. ഓക്കെ, അപ്പോൾ അതാണ് ഉരുളയ്ക്കുപ്പേരി, തക്ക സമാധാനം. അടുത്തത് ഉർവശി ശാപം ഉപകാരം. അതായത് വന്നു ചേർന്ന വിപത്താണ്, പക്ഷെ എന്താണ്, ശരിക്കും അത് അനുകൂല ഫലമാണ് ചെയ്തത്. അതാണ് ഉർവശി ശാപം ഉപകാരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വന്നു ചേർന്നത് എന്തായാലും എന്താണ്, ഒരു വിപത്തായിരുന്നു, പക്ഷെ എന്ത് ചെയ്തു, അത് നമുക്കത് അനുകൂലമായിട്ട് വന്നു എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അതാണ് ഉർവശി ശാപം ഉപകാരം. അപ്പോൾ ഒന്ന് നോക്കിയേ, ഇരവിഴുങ്ങിയ പാമ്പ് അനക്കമില്ലാത്തത് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇരുത്തിക്കളയുക, തോൽപ്പിക്കുക. ഇറാൻ ചൊല്ലുക, ശരിവയ്ക്കുക. ഉച്ചപ്പട്ടിണി, അതിദരിദ്രൻ. ഉച്ചികുത്തി വീഴുക, അധപ്പതിക്കുക. ഉടച്ചു വാർക്കുക, പുതുക്കി പണിയുക. ഉണ്ടയില്ലാ വെടി, അടിസ്ഥാനരഹിതമായ വാർത്ത. ഉപ്പില്ലാ സംസാരം, രുചിക്കാത്ത വാക്ക്. ഉരുളയ്ക്കുപ്പേരി, തക്ക സമാധാനം. ഉർവശി ശാപം, വന്നു ചേർന്ന വിപത്ത് അനുകൂല ബലം ചെയ്യുക. ഓക്കെ, ഉർവശി ശാപം ഉപകാരം. ഓക്കെ, അടുത്ത് നമുക്ക് പഠിക്കാം ഇഡിയംസ് ആൻഡ് ഫ്രൈസ് ആണ്. ക്രോസ് യുവർ ഫിംഗേഴ്സ്. ക്രോസ് യുവർ ഫിംഗേഴ്സ് എന്ന് വെച്ചാൽ ഈ ചിത്രത്തിൽ കാണുന്നതാണ് എന്തെന്ന് പറയുന്നത്, ക്രോസ് യുവർ ഫിംഗേഴ്സ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ എന്താ, ടു ഹോപ്പ് ദാറ്റ് സംതിങ് ഹാപ്പൻസ് ദ വേ യു വാണ്ട് ടു ഇറ്റ് ടു. ഓക്കെ, അതായത് ടു വിഷ് ഫോർ ഗുഡ് ലക്ക്. നമ്മൾ പറയില്ലേ, നമ്മൾ ഈ വാട്സപ്പിലൊക്കെ ഇമോജി നമ്മൾ ഇങ്ങനത്തെ ഇടാറുണ്ട്. എന്താണ്, ഏതെങ്കിലും ഒരു എക്സാമിനൊക്കെ പോവുകയാണെങ്കിൽ നമ്മളിത് ഇങ്ങനെ ഉള്ള ഇമോജി എന്താണ് വിഷ് യു ഗുഡ് ലക്ക് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ക്രോസ് യുവർ ഫിംഗേഴ്സ് കാണിക്കുന്നത്. ഓക്കെ, ക്രോസ് യുവർ ഫിംഗേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്, ടു വിഷ് ഫോർ ഗുഡ് ലക്ക് എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഹോപ്പ് ഫോർ ഗുഡ് ഔട്ട്കം. ഓക്കെ, നല്ലൊരു റിസൾട്ട് വരാൻ, അല്ലെങ്കിൽ എല്ലാം ശുഭപ്രതീക്ഷയിൽ തീരട്ടെ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്തത് ക്രൈ ഓവർ സ്പിൽറ്റ് മിൽക്ക്. ക്രൈ ഓവർ സ്പിൽറ്റ് മിൽക്ക്. ടു ബി ഹാപ്പി അബൌട്ട്
വാട്ട് കനോട്ട് ടു ബി അൺഡോൺ. ഓക്കെ, അതായത് എന്താണ്, അതായത് നമ്മൾ പറയില്ലേ ചെറിയൊരു കാര്യത്തിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഭയങ്കരമായിട്ട് സങ്കടപ്പെടുന്നു, അല്ലെങ്കിൽ കഴിഞ്ഞ കാര്യത്തെ ഓർത്ത് വീണ്ടും സങ്കടപ്പെടുക. അതിനെയാണ് എന്തെന്ന് പറയുന്നത്, ക്രൈ ഓവർ സ്പിൽറ്റ് മിൽക്ക് എന്ന് പറയുന്നത്. അതായത് ഇപ്പം എന്താണ്, ആ പാത്രത്തിലുള്ള മിൽക്ക് എന്ത് ചെയ്യുന്നു, ചൊരിഞ്ഞു പോകുന്നു. അപ്പോൾ അത് ആലോചിച്ച്, അതെന്തായാലും പോയി, ഇനി അത് ആലോചിച്ച് എന്ത് ചെയ്യരുത്, നമ്മൾ ഒരിക്കലും ഡെസ്പ് അടിക്കരുത്. അപ്പോൾ എന്താണ്, പെട്ടെന്നുണ്ടായ ചെറിയ ചെറിയ കാരണങ്ങൾ ആലോചിച്ച് വിഷമിക്കുന്ന ആ ഒരു അവസ്ഥ അതുണ്ടോ, അതാണ് എന്തെന്ന് പറയുന്നത്, ക്രൈ ഓവർ സ്പിൽറ്റ് മിൽക്ക്. ഓക്കെ, അടുത്തത് ക്രൈ വൂൾഫ്. ക്രൈ വൂൾഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടു ഗീവ് എ ഫാൾസ് അലാം. നമുക്കറിയാം പണ്ട് കാലത്തൊക്കെ നമ്മൾ പഠിച്ച ഒരു എന്താണ്, ഈ പറയുന്ന ചെന്നായയുടെ ഒരു കഥയുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് എന്താണ്, ഈ ചെന്നായ കിടന്ന് എപ്പോഴും നിലവിളിക്കും, എന്ത്, കടുവരുണ്ട് 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 എന്ന് പറഞ്ഞുകൊണ്ട് എപ്പോഴും പുലി വരുന്നു പുലി വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കരയും. പുലി ആയാലും കടുവയായാലും എന്താണ്, ഇങ്ങനെ നുണയാണ് പറയുന്നത്, എന്ത്, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കരയുന്നത്. പക്ഷെ അവസാനം എന്ത് ചെയ്തു, പുലി വന്നു കഴിഞ്ഞപ്പോൾ അവസാനം ആരും ഉണ്ടായില്ല എന്ന് പറഞ്ഞ പോലെ എന്താണ്, എപ്പോഴും നുണ പറയരുത്. അതാണ് ക്രൈ വൂൾഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഒരു ഫാൾസ് അലാം, തെറ്റായ ഒരു വാർത്ത പ്രചരിപ്പിക്കുക, അല്ലെങ്കിൽ തെറ്റായ ഒരു എന്താണ്, നിലവിലൊരു അലാം നമുക്ക് തരിക എന്നതാണ് ക്രൈ വൂൾഫ് എന്നതിൻ്റെ അർത്ഥം. അടുത്തത് ക്യൂരിയോസിറ്റി കിൽഡ് ദ ക്യാറ്റ്. ബിഗിനിങ് ഇൻക്വിസിറ്റീവ് ക്യാൻ ലീഡ് യു ഇൻ ടു ഡേഞ്ചറസ് സിറ്റുവേഷൻസ്. ഓക്കെ, അതേപോലെ തന്നെ കട്ട് ടു ദ ചേസ്, ഗെറ്റ് ടു ദ പോയിന്റ് വിത്തൗട്ട് വേസ്റ്റിംഗ് ടൈം. അടുത്തത് ഡെഡ് റിങ്ങർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 100% ഐഡന്റിക്കൽ അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് എന്നതാണ് ഡെഡ് റിങ്ങർ. ഓക്കെ, അടുത്തത് ഡെവിൾസ് അഡ്വക്കേറ്റ്, എ പേഴ്സൺ ഹു ആർഗ്യൂ സിംപ്ലി ഫോർ ദ സേക്ക് ഓഫ് ആർഗ്യുമെന്റ്. അടുത്തത് ഡോഗ് ഡേയ്സ് ഓഫ് സമ്മർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഹോട്ടസ്റ്റ് ഡേ ഓഫ് സമ്മർ സീസൺ എന്നതാണ്. അടുത്തത് ഡൂസി എന്ന് വെച്ച് കഴിഞ്ഞാൽ സംതിങ് ഔട്ട്സ്റ്റാൻഡിങ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെ ഓരോന്നിൻ്റെയും പടമൊക്കെ കാണിച്ച് നമുക്ക് ചെയ്യണമെന്നുണ്ട്. പക്ഷെ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ക്ലാസ്സിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഒത്തിരി കൂടുതലായി പോകും. അപ്പോൾ ചിലപ്പോൾ എന്താണ്, അതേപോലെ തന്നെ നമ്മൾ അത്രയും വർക്ക് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഇതേപോലെ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ക്ലാസ് കണ്ടു കഴിയുമ്പോൾ നിങ്ങളുടെ ലൈക്കും അതേപോലെ തന്നെ ഷെയറും അതേപോലെ തന്നെ കമൻസും എല്ലാം താഴെ നിങ്ങൾ എന്ത് ചെയ്യുക, പോസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ദിവസം നമുക്ക് പഠിക്കാനുള്ളൂ. അപ്പോൾ ഇഡിയംസും നമ്മൾ പഠിച്ചു, അതേപോലെ തന്നെ ഫ്രേസും പഠിച്ചു, മലയാളം ശൈലി പഠിച്ചു. ഇനി നിങ്ങൾക്ക് നിലവിലെ കണക്ക് ഇന്ന് പഠിക്കാനായിട്ട്, അല്ലെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് ചെയ്യാനായിട്ടുള്ളത് കണക്കിലെ ക്ലോക്ക് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. അതിൻ്റെ അകത്ത് 25 കണക്കുകളായിരിക്കും തരാനായിട്ട് പോകുന്നത്. അപ്പോൾ ആ പോർഷനിലെ കണക്കുകൾ മാക്സിമം നമുക്ക് അതിൻ്റെ അകത്ത് ചെയ്യാം. അതെല്ലാവരും നിങ്ങൾ എന്ത് ചെയ്യുക, ചെയ്തു നോക്കുക. കുറച്ച് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ആൻസർ ഞാൻ ടെലഗ്രാമിൽ തന്നെ പോസ്റ്റ് ചെയ്യാം, അതിൻ്റെ ആൻസറും അതിൻ്റെ എക്സ്പ്ലനേഷനും. ഓക്കെ, അപ്പോൾ അത് നമുക്ക് കണക്ക് ചെയ്യാനായിട്ട് ഇപ്പോൾ ഒരു സാഹചര്യമില്ല. പക്ഷേ നമ്മുടെ റിവിഷൻ്റെ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, മാത്സ് കൂടി നമുക്ക് ഉൾപ്പെടുത്തി ചെയ്തു പോവാം, മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളൂ. ആരെങ്കിലും ഇനിയും ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടൻ തന്നെ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക. അതേപോലെ തന്നെ എല്ലാ ദിവസവും നിങ്ങൾക്ക് തരുന്ന ക്ലാസ്സുകളും അതേപോലെ തന്നെ PDF നോട്ടുകളും കൃത്യമായി പഠിക്കുക. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, റിവിഷൻ ചെയ്യുക. ഇത് മാത്രമാണ് നമുക്ക് നല്ല റാങ്കിലേക്ക് വരാനായിട്ടുള്ള ഏക പോംവഴി എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക, റിവിഷൻ ചെയ്യുക, എക്സാംസ് എഴുതുക. ഇത്രയും മാത്രമാണ് നമുക്ക് ചെയ്യാനുള്ളൂ. അപ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആത്മാർത്ഥമായി സർവേശ്വരനോട് പ്രാർത്ഥിച്ച് നമുക്ക് ഇന്നത്തെ ഈ സെക്ഷൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ പുതിയൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരത്തേക്കും ഷോർട്ട് ബ്രേക്ക്. സൈനിങ് ഓഫ്, അരുൺ കൊമ്പനാടൻ. താങ്ക് യു.